മുംബൈ ഭീകരാക്രമണ കേസ് സൂത്രധാരൻ തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ചു. അമേരിക്കയിൽ നിന്ന് ഡൽഹിയിലെത്തിച്ചത് പ്രത്യേക വിമാനത്തിൽ. റാണയിൽ നിന്ന് സുപ്രധാന വിവരങ്ങൾ പ്രതീക്ഷിച്ച് അന്വേഷണ ഏജൻസികൾ. ചോദ്യം ചെയ്യുക NIA മേധാവിയടക്കം 12 ഉദ്യോഗസ്ഥർ. കുറ്റവാളി കൈമാറ്റം പൂർത്തിയായെന്ന് NIA. വയനാട് ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ ഇടക്കാല ഉത്തരവുമായി ഹൈക്കോടതി. കേന്ദ്രവും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും വിവേചനാധികാരം പ്രയോഗിക്കണം. ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 13 പ്രകാരം തീരുമാനമെടുക്കണമെന്ന് ആവശ്യം. വായ്പ എഴുതിത്തള്ളാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകണമെന്നും കോടതി. കേരള സർവകലാശാല ആസ്ഥാനത്ത് SFI KSU സംഘർഷം. യുദ്ധക്കളമായി തലസ്ഥാനം. വിദ്യാർത്ഥികൾ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടി. പോലീസ് ലാത്തിച്ചാർജിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്ക്. സംഘർഷം സെനറ്റ് സ്റ്റുഡന്റ് കൗൺസിൽ സീറ്റുകളിലെ വോട്ട് എണ്ണുന്നതിനിടെ. മുനമ്പത്തെ വഖഫ് ഭൂമിയുടെ സ്വഭാവം പരിശോധിക്കാൻ കോഴിക്കോട് വഖഫ് ട്രിബ്യൂണൽ. ഭൂമി വഖഫാണോ ദാനമാണോ എന്ന് പരിശോധിക്കും. പറവൂർ സബ് കോടതിയും ഹൈക്കോടതിയും ഭൂമിയുടെ കൈവശാവകാശം മാത്രമാണ് തീരുമാനിച്ചിരുന്നതെന്ന് ട്രിബ്യൂണൽ. കോഴിക്കോട് കാരശ്ശേരിയിൽ പ്രതിയെ പിടികൂടാനെത്തിയ പോലീസുകാർക്ക് വെട്ടേറ്റു. വെട്ടിപ്പരിക്കേൽപ്പിച്ചത് മോഷണക്കേസ് പ്രതി അർഷാദും മാതാവ് ഖദീജയും. പരിക്കേറ്റ CPO ഷാലു, നൌഫൽ എന്നിവർ ചികിത്സയിൽ. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ജാതി വിവേചനത്തെ തുടർന്ന് രാജിവെച്ച കഴകം ജീവനക്കാരന്റെ ഒഴിവ് നികത്താൻ നടപടി. ചേർത്തല സ്വദേശി അനുരാഗിന് അഡ്വൈസ് മെമ്മോ അയച്ച് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ്. നിയമനവുമായി മുന്നോട്ട് തന്നെയെന്ന് ബോർഡ് ചെയർമാൻ KB മോഹൻദാസ്. പൂക്കോട് വെറ്റിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ ആത്മഹത്യയിൽ പ്രതികളായ 19 വിദ്യാർത്ഥികളെ സർവകലാശാല പുറത്താക്കി. വിദ്യാർത്ഥികൾ കുറ്റക്കാരെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയതായി വെറ്റിനറി സർവകലാശാല. നടപടി ഹൈക്കോടതിയെ അറിയിച്ചു. മറുപടി സിദ്ധാർത്ഥന്റെ അമ്മയുടെ ഹർജിയിൽ. തിരുവനന്തപുരം അമ്പലമുക്ക് വിനീത കൊലക്കേസിൽ പ്രതി രാജേന്ദ്രൻ കുറ്റക്കാരനാണെന്ന് കോടതി. വിധി പറഞ്ഞത് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി. കേസുമായി ബന്ധപ്പെട്ട് കോടതി 7 റിപ്പോർട്ടുകൾ ചോദിച്ചു. കേസ് 21-ന് വീണ്ടും പരിഗണിക്കും. മോഷണത്തിനായി വിനീതയെ അരും കൊല ചെയ്തത് 2022-ൽ. ഇടുക്കി ഉപ്പുതറയിൽ ഒരു കുടുംബത്തിലെ 4 പേർ തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് പട്ടത്തമ്പലം സജീവ് മോഹനും ഭാര്യ രേഷ്മയും 2 മക്കളും. മരണകാരണം സാമ്പത്തിക ബാധ്യതയെ തുടർന്നെന്ന് നിഗമനം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. സ്വർണത്തിന്റെ കുതിപ്പിൽ പകച്ച സാധാരണക്കാർ. വിവാഹ സീസണിലെ സർവ്വ റെക്കോർഡും തകർത്തുള്ള വിലക്കയറ്റം ഇരുട്ടടി. ഇന്ന് മാത്രം കൂടിയത് പവന് 2160 രൂപ. വില കൂടാൻ വഴിയൊരുക്കിയത് ട്രംപ് ചൈന പോര്. രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ തിരിച്ചടി തീരുവ മരവിപ്പിച്ച് ഡൊണാൾഡ് ട്രംപ്. ചൈന ഒഴികെയുള്ള രാജ്യങ്ങൾക്കുള്ള 90 ദിവസത്തേക്ക് തീരുവ 10%. ചൈനയ്ക്ക് മേൽ 125% അധിക തീരുവയും ഏർപ്പെടുത്തി. ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കുതിച്ചുയർന്ന് അമേരിക്കൻ ഓഹരി വിപണി.